വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമരുളണമേ, വിജ്ഞാനദായകനേ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഈ ബൈബിൾ സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബൈബിൾ സ്റ്റഡി നടത്തുവാനല്ല കർത്താവ് എന്നെ പ്രേരിപ്പിക്കും. അപ്പൊ അത് എനിക്കുള്ള അറിവിൽ നിന്ന് നിങ്ങളുടെ അറിവിലേക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. അപ്പൊ അത് നിങ്ങളുടെ അറിവ് വർദ്ധിക്കുന്നു. അപ്പൊ അത് പ്രയോജനമില്ലാത്തതാണെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അറിവ് ചീർപ്പിക്കുന്നെന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. അപ്പൊ നമുക്ക് യേശുവിന്റെ കാലത്ത് യേശുവിനെ ക്രൂശിച്ചവരൊക്കെ അതിനകത്ത് ഏറ്റവും കൂടുതൽ അറിവുള്ള ആളുകളായിരുന്നു, ഏറ്റവും കൂടുതൽ അറിവുള്ള ആളുകൾ. അപ്പം ബൈബിളൊക്കെ കാണാതെ അറിയാമായിരുന്നു അവർക്ക്. ശാസ്ത്രിമാരെന്ന് പറയുന്ന ആളുകൾക്ക് പഴയ നിയമ തിരുവെഴുത്തുകളെല്ലാം തന്നെ കാണാപ്പാടമായിരുന്നു. തേജസ്സിന്റെ കർത്താവിനെ അവർ തിരിച്ചറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ അവനെ ക്രൂശിക്കുകയില്ലായിരുന്നു. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകളുടെയും പഠനങ്ങളുടെയും കൂട്ടായ്മകളുടെയും എല്ലാം ആത്യന്തികമായ ഉദ്ദേശം യേശുവിനെ അറിയുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുവിനെ അറിയുക. നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. യേശുവിന്റെ പ്രാർത്ഥനയാണ്. യേശു പിതാവിനോട് സംസാരിക്കുകയാണ്. വായിക്കാം. ഏകസത്യമായ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പൊ എന്താണ് നമ്മൾ അറിയേണ്ടത്? നമ്മൾ അറിയേണ്ടത് കുറെ ഉപദേശങ്ങളോ കുറെ വചനങ്ങളോ വാക്യങ്ങളോ ഒന്നുമല്ല, ഒരു വ്യക്തിയെയാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ യേശു പറയാണ്, പിതാവേ ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. അറിയുന്നത് ആ അറിവിന്റെ തലത്തിലേക്ക് വളരാൻ ഉതകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നത്. ഞാനിവിടെ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യത്തിൽ വളരെ ബോധ്യമുണ്ട്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ടീച്ചർ. അല്ലാതെ ഒരിക്കലും ഒരു മനുഷ്യൻ ടീച്ചർ ആയാൽ അതുകൊണ്ട് പ്രയോജനമില്ല. ഞാനിവിടെ വചനങ്ങളിൽ നിന്ന് തിരുവെഴുത്തിൽ നിന്ന് ബൈബിളിലൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ പറയാത്ത കാര്യങ്ങൾ കൂടെ നിങ്ങളെ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് വ്യാഖ്യാനിച്ചെന്നുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ ഞാൻ പറഞ്ഞതിലും അപ്പുറത്തായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഗ്രഹിക്കുന്നത്. അതാണ് നമ്മൾ പരിശുദ്ധാത്മാവിലാണ് തിരുവെഴുത്തിനെ പഠിക്കാൻ താല്പര്യപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പരിശുദ്ധാത്മാവിനോട് ഒരു നിമിഷം പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണം, എനിക്ക് ആഴമേറിയ ബോധ്യങ്ങൾ തരണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ആ ബോധ്യങ്ങളിലേക്ക് നമ്മൾ നടത്തപ്പെടുക. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, സിഗരറ്റ് വലിക്കുന്ന ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എല്ലാ സിഗരറ്റ് പാക്കറ്റിലും എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു അറിവാണ്. ഇപ്പം അമേരിക്കയിലെ സിഗരറ്റ് പാക്കറ്റിലൊക്കെ സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വായിച്ചിട്ടാണ് ആളുകൾ സിഗരറ്റ് വലിക്കുന്നത്. പക്ഷെ അതൊരു അറിവാണ്, ഇൻഫർമേഷനാണ്. മനസ്സിലായോ? ആ ഇൻഫർമേഷൻ അവന്റെ അകത്തേക്ക് എന്താണ്? തലയ്ക്കകത്താണ്, തലയ്ക്കകത്തിരിക്കുകയാണ്. ഹെഡ് നോളജ് എന്ന് പറയും, തലയ്ക്കകത്തെ അറിവാണ്. പക്ഷെ ഈ തലയ്ക്കകത്ത് നിന്ന് ആ അറിവ് എപ്പോൾ ഹൃദയത്തിൽ വരുന്നോ അപ്പോൾ അവൻ സിഗരറ്റ് വലി എന്ത് ചെയ്യും? നിർത്തും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? അപ്പൊ ഇത് ഇൻഫർമേഷൻ ആയിട്ട് ഇരിക്കുന്നിടത്തോളം കാലം അതുകൊണ്ട് പ്രയോജനമില്ല, തലയ്ക്കകത്തിരിക്കും. അപ്പൊ തലയ്ക്കകത്തെ അറിവ് എപ്പോൾ ഹൃദയത്തിൽ വരുന്നോ അപ്പോൾ ഇൻഫർമേഷൻ ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഒത്തിരി ഇൻഫർമേഷൻ ഉണ്ട്. ഓൾറെഡി നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ കുറെ കൂടെ ഇൻഫർമേഷൻ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം, നമ്മുടെ ഈ 1 മണിക്കൂർ സെഷനിലൂടെ നമ്മൾ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് നമ്മളിപ്പം ഒരുമാതിരി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ബൈബിള് ഒക്കെ നന്നായി വായിച്ചിട്ടുണ്ട്. ഈ 66 പുസ്തകങ്ങൾക്ക് അപ്പുറത്ത് ഒരു പുസ്തകത്തിൽ നമ്മളൊന്നും വായിക്കുന്നില്ല. അപ്പൊ ഇതിനകത്ത് നമുക്ക് പുതിയ കാര്യങ്ങൾ തന്നെ അത് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു. എനിക്കിപ്പോ പുതിയ കാര്യങ്ങളൊന്നും പറയാൻ അറിയത്തില്ല. പുതിയ കാര്യങ്ങൾ എങ്ങനെ പറയുന്നൊന്നും പറയാം, ഇതിനകത്തുള്ള പറയുന്നത്.
പക്ഷെ ഇതിനകത്തുള്ളത് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു മേഖലയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയും പുത്തൻ ബോധ്യങ്ങളെ നമുക്ക് തരികയും ചെയ്യും. ആ പുത്തൻ ബോധ്യങ്ങളിലൂടെ നമ്മൾ രൂപാന്തരപ്പെടുകയും ക്രിസ്തുവിനെ കൂടുതൽ അറിയുകയും ചെയ്യും. അതിലേക്കാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പോകുന്നത്. പ്രൈസ് ഗോഡ്. അപ്പൊ യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് ഈ ഭൂമിയിൽ വെച്ച് അവര് രണ്ട് കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്. രണ്ട് ആവശ്യങ്ങളായിരുന്നു യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചത്. ഒന്ന്, കർത്താവേ നീ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. രണ്ടാമത്, കർത്താവേ നീ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണം. അപ്പൊ രണ്ട് കാര്യങ്ങളെ ചോദിച്ചു. അപ്പൊ യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നു, അടയാളങ്ങൾ ചെയ്യുന്നു, യേശു നന്നായി പ്രസംഗിക്കുന്നു അല്ലെ. യേശുവിന്റെ പ്രസംഗമാണ് ലോകത്തെ ഏറ്റവും ബെസ്റ്റ് പ്രസംഗം. നിങ്ങൾക്കറിയാതെ, കാരണം ഞാൻ 3 ദിവസവും ആളുകൾ എന്ത് ചെയ്തോ കണ്ടിന്യൂസ് അവന്റെ പ്രസംഗം കേട്ടു. ഒരാളുടെ പ്രസംഗം എത്ര മണിക്കൂർ കേൾക്കാൻ പറ്റും? 72 മണിക്കൂർ തുടർച്ചയായിട്ട് യേശു പ്രസംഗിച്ചു, അത് കേട്ടു. കാരണം അത് കഴിയുമ്പോൾ 5 അപ്പം കൊണ്ട് എന്ത് ചെയ്യുന്നേ അത്ഭുതം യേശു ചെയ്യുന്നത്. ആ യേശു പറഞ്ഞത് 3 ദിവസമായി ഈ ജനം എന്നോടുകൂടെ ഈ മരുഭൂമിയിൽ കിടക്കുക. ആ 3 ദിവസം യേശു പ്രസംഗിച്ചു. 72 മണിക്കൂർ തുടർച്ചയായിട്ട് പ്രസംഗിച്ചില്ലെങ്കിലും ഒരു 14 മണിക്കൂറെങ്കിലും പ്രസംഗിച്ചാണ്. അപ്പൊ നിർഭാഗ്യവശാൽ നമ്മുടെ കയ്യിലാണെന്ന് പ്രസംഗിച്ചല്ല ഒന്നും ഇല്ല. അതിൽ നിന്ന് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അന്നെന്തെല്ലാം കാര്യങ്ങളായിരിക്കും പറഞ്ഞത്, യേശു പറഞ്ഞത് 3 ദിവസം അടുപ്പിച്ച്. അപ്പൊ അത്രയും നന്നായി പ്രസംഗിക്കുന്ന ആളാണ് ആര്? ഒരാൾക്ക് പോലും വിശപ്പ് തോന്നിയില്ല, ഒരാൾക്ക് പോലും ക്ഷീണം തോന്നിയില്ല. അവരെല്ലാവരും സന്തോഷത്തോടെ അവന്റെ വാക്കുകളെ കേട്ടോണ്ട്. അപ്പൊ ഇത്രയും നന്നായി പ്രസംഗിക്കുന്ന യേശുവിന്റെ അടുത്ത് ശിഷ്യന്മാര് പറഞ്ഞില്ല, യേശു കർത്താവേ ഞങ്ങളെ പ്രസംഗിക്കാൻ പഠിപ്പിക്കണം. വെള്ളം വീഞ്ഞാക്കുന്നു, ഒരു പടക് നിറയെ മീൻ പിടിച്ചു കൊടുക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നു. അവർ പറഞ്ഞില്ല കർത്താവെ അത്ഭുതം ചെയ്യാനുള്ള. അത്യാവശ്യം മീൻ പിടിക്കുന്ന പരിപാടി, മീൻ ഉണ്ടാക്കുന്ന പരിപാടിയും കൂടെ പഠിപ്പിച്ചാൽ മതി. കാരണം അത് രണ്ടും ഉണ്ടെങ്കിൽ അത്യാവശ്യം എന്ത് ചെയ്യാം, മുന്നോട്ട്. അങ്ങനെ അവർ പറഞ്ഞില്ല. കാരണം അവർ യേശുവിന്റെ ജീവിതത്തെ ഏറ്റവും ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത ആളുകൾ യേശുവിന്റെ ശിഷ്യന്മാരാണ്. അപ്പൊ അവര് കണ്ടു ഇവനെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളാണ്. അപ്പൊ ആ പ്രാർത്ഥനയാണ് ഇവന്റെ ശക്തിയുടെ രഹസ്യമെന്നും പ്രാർത്ഥനയാണ് ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും അവർക്ക് മനസ്സിലായപ്പോൾ അവര് പറഞ്ഞു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അപ്പൊ പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ എന്ത് എല്ലാം പഠിച്ചു. അപ്പൊ നമ്മൾ എന്താ പഠിക്കണ്ടേ? പ്രാർത്ഥിക്കാൻ പഠിക്കാം. പ്രാർത്ഥിക്കാൻ പഠിക്കുമ്പോൾ എല്ലാം പഠിച്ചു. അപ്പൊ 2 കാര്യങ്ങൾ മതി. ഒന്ന് പ്രാർത്ഥന, 2 വിശ്വാസം. മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇത് രണ്ടും പഠിച്ചാൽ മതി. ശിഷ്യന്മാർക്ക് മനസ്സിലായി. അത് രണ്ടും അവര് ചോദിക്കുകയും ചെയ്തു. അപ്പൊ യേശുവിനോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അപ്പൊ ഈ ദിവസങ്ങളിൽ നമ്മള് കുറെ ദിവസങ്ങൾ പഠിക്കുന്നത് പ്രാർത്ഥനയായിരിക്കും. പ്രാർത്ഥന എങ്ങനെയാണ്, പ്രാർത്ഥനയെ കുറിച്ച് തന്നെ കുറെ കാര്യങ്ങൾ പഠിക്കുകയാണ്. അപ്പൊ ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് നമുക്ക് അനുഗ്രഹമായിരിക്കും. പ്രാർത്ഥന നമുക്ക് യേശുവിനോട് ശിഷ്യന്മാർ ചോദിക്കാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 6:9 നമുക്കെല്ലാം അറിയാവുന്ന പ്രാർത്ഥനയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 11-ൽ അത് എഴുതുമ്പോൾ അവർ പ്രാർത്ഥിക്കാൻ ചോദിക്കുമ്പോഴാണ് യേശു അത് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതല്ലോ. നിങ്ങൾ മനുഷ്യരോട്. ഒന്നാമത് ഈ പ്രാർത്ഥന ഒരു റിലേഷനിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. കാരണം പ്രാർത്ഥിക്കുന്ന ആരോടാണ്? അല്ല, പിതാവിനോട്. അതെ, ദൈവത്തോടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? പിതാവേ. അപ്പൊ മൊത്തം മാറി. ഒരു ദൈവവും പിതാവുമായിട്ട് എന്തുണ്ട്? അപ്പൊ അതുവരെയുള്ള ആളുകൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയുന്നത് ഒരു, പക്ഷെ ദൈവത്തെ പിതാവാക്കി കൊണ്ടുവരുന്ന ആരാണ്? യേശു. ഞാൻ പറയാൻ മനസ്സിലാകുന്നത്. അപ്പൊ ആ റിലേഷനിൽ നിന്നാണ്, അപ്പം നമ്മൾക്ക് ആ റിലേഷനിൽ നിന്നാണ് പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയ്ക്കകത്ത് എന്തില്ല? റിലേഷൻ ഇല്ല, റിലേഷൻഷിപ്പ് ഇല്ല. കാരണം പിതാവെന്നുള്ള ബന്ധമില്ല. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഒന്നാമത് പറയുന്നത് സ്വർഗസ്ഥനായ
ഞങ്ങളുടെ പിതാവേ. അപ്പൊ ആ പിതാവ് എന്നുള്ള റിലേഷനിൽ വന്നാലേ പ്രാർത്ഥന എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒത്തിരി നാൾ പ്രാർത്ഥിച്ചൊരു ദൈവപൈതലാകല്ല. ദൈവത്തിന്റെ പൈതലാണ് എന്ത് ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ ദൈവത്തിന്റെ മകൻ എന്ന നിലയ്ക്കാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിന്റെ മകൾ എന്ന നിലയ്ക്കാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പം അതിനകത്ത് ഒന്നൊരു റിലേഷൻ ഉണ്ട്, രണ്ട് ഒരു അധികാരമുണ്ട്. ഇല്ലേ? അപ്പനോട് ചോദിക്കുമ്പോ എന്തുണ്ട്, ഒരു അധികാരമുണ്ട്, ഒരു അവകാശമുണ്ട്. കാര്യം ഒരു നെഗറ്റീവായിട്ടാണെങ്കിലും യേശു കഥ പറയുമ്പോ ലൂക്കോസ് സുവിശേഷം 15 ദൂർത്തനായ പുത്രൻ, അതായത് അനുജൻ ചെന്നിട്ട് അപ്പനോട് പറയുന്നുണ്ട്, അപ്പാ എനിക്ക് വസ്തുവിൽ വരേണ്ടത് പങ്ക് തരണം. കാരണം അത് അവനറിയാം, അവൻ അവിടെ ഒരു പങ്കുണ്ടെന്നും അത് അവൻ്റെതാണെന്നും അത് അവന് കിട്ടുമെന്നും അറിയാം. അപ്പൊ ആ ബോധ്യം ഉണ്ട്, ആ അതോറിറ്റി ഉണ്ട്, അത് എന്റെ അവകാശമുണ്ട്. അങ്ങനെ ചോദിക്കുന്നു. കഥയ്ക്കകത്ത് അത് നെഗറ്റീവാണ്. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞത് അവന് എന്തുണ്ടായിരുന്നു, ആ അധികാരം ഉണ്ടായിരുന്നു. നമുക്കും ആ അറിവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആ പിതാവേ എന്ന് വിളിക്കുക. അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞ റിലേഷൻ ഉണ്ടായിരിക്കണം. ആ റിലേഷനിൽ നിന്നാണ് നമ്മുടെ പ്രാർത്ഥന തുടങ്ങുന്നത്. നമ്മൾ പല ആളുകളും ആ റിലേഷൻ ഇല്ലാതെയാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് അത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉറപ്പിക്കണം, റിലേഷനിലേക്ക് വരും. രണ്ടാമത് പറയുന്നത് നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുന്നത്. അത് നമ്മുടെ പ്രാർത്ഥനയിലെ വർഷിപ്പാണ്. ഞാൻ പറഞ്ഞ പ്രാർത്ഥനയ്ക്കകത്ത് എന്തുണ്ടായിരിക്കണം, ഒരു ആരാധന ഉണ്ടായിരിക്കണം. നമ്മൾ ദൈവത്തെ ആരാധിക്കണം. അപ്പൊ അല്ലാതെ നമ്മൾ ഒരിക്കലും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. നമ്മുടെ പ്രാർത്ഥനയുടെ ഈ ഘടകങ്ങളെല്ലാം നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നു. ദൈവത്തെ ആരാധിക്കണം. നിന്റെ നാമം, നിന്റെ നാമം വലിയ പ്രാധാന്യമുണ്ട് ദൈവത്തിന്റെ നാമത്തിന്. അപ്പൊ അതെല്ലാം നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ദൈവത്തിന്റെ നാമങ്ങൾ ഏതൊക്കെയാണ്, യേശുവിന്റെ നാമങ്ങളുണ്ട്. നാമങ്ങളിലേക്ക് പോകും. ഈ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. യേശു വളരെ എത്രയോ കൃത്യമായിട്ടാണ് നമ്മളെ ആ പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, പിന്നെ നിന്റെ രാജ്യം വരയണമേ, നിന്റെ രാജ്യം വരയണമേ. അപ്പൊ അത് ഭയങ്കരമായ ഒരു വിപ്ലവകരമായ പ്രസ്താവന യേശു നമ്മളെ പഠിപ്പിക്കും. നിങ്ങൾക്കറിയാം, കാരണം നിന്റെ രാജ്യം വരയണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിസ്സാരമായിട്ട് നമുക്ക് തോന്നും. നിസ്സാരമായ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല അത്. കാരണം ഇവിടെ ഈ ഭൂമിയിൽ പല സാമ്രാജ്യങ്ങളും പല രാജ്യങ്ങളും പല വ്യവസ്ഥിതികളും പല സംവിധാനങ്ങളും എല്ലാം ഉള്ളൊരു ഭൂമിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. നമ്മൾ അവിടെയാണ് നമ്മൾ വസിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ പറയുകയാണ് നിന്റെ രാജ്യം വരയണമേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന ഈ സകല സംവിധാനങ്ങളെയും എന്ത് ചെയ്യണം, തകിടം മറിക്കണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ യേശു നമ്മളെ തന്നിരിക്കുന്ന ടൂൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ, നമ്മൾ ഭയങ്കര ശക്തിയേറിയ ഒരു കാര്യമാണ് യേശു നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ചുമ്മാ നിന്റെ രാജ്യം വരണം, നിന്റെ രാജ്യം വരണം എന്ന് പറയുമ്പോൾ ഇവിടെ കാണുന്ന വിസിബിൾ ആയിട്ടുള്ള എല്ലാ സിംഹാസനത്തെ ഇളക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ നമ്മൾ ചുമ്മാ ചെറിയ കാര്യമല്ല പ്രാർത്ഥിക്കുന്നത്. സകല സംവിധാനങ്ങളെ, ഇപ്പൊ ഒരു ചെറിയ സഹകരണ ബാങ്കിന്റെ ഒരു പ്രസിഡന്റിന്റെ സ്ഥാനം, ആ കസേര എന്ത് ചെയ്യണം, ഇളക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ശരിക്കും നമ്മളെല്ലാം പലതിനകത്തും കീഴ്പ്പെട്ടാണ് നിൽക്കുന്നത്. ഞാനിപ്പോ ഈ നമ്മുടെ ഒരുമിച്ച് ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ചില കോൺസെപ്റ്റുകൾ, നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അതിൽ ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു നശ്വരമായ വ്യക്തിയല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി, നശ്വരനായ ഒരു വ്യക്തി അല്ല, നമ്മളൊരു അനശ്വരനായ വ്യക്തിയാണ്. ഒരു വ്യക്തിയാണ്, പക്ഷേ താൽക്കാലികമായിരിക്കുന്ന നശ്വരമായിരിക്കുന്ന ക്ഷയമുള്ള മരണമുള്ള ഒരു ശരീരത്തിന്റെ തടവുകാരനായി പോയി. You are an immortal being but trapped in a mortal body. അപ്പൊ നമ്മൾ ഈ താൽക്കാലികമായ ക്ഷയമുള്ള മരണമുള്ള നാശമുള്ള ഈ മനുഷ്യരീരത്തിന്റെ അകത്ത് കുടുങ്ങി കിടക്കുന്ന നിത്യനായ ഒരു വ്യക്തിയാണ് നീ. You are not an ordinary person. നീ ചുമ്മാ ഒരു സാധാരണ ഒരാളൊന്നും അല്ല, നീ ഒരു നിത്യനാണ്, ഒരിക്കലും മരണമില്ല. പക്ഷെ നമ്മൾ ഇതിനകത്ത് കുടുങ്ങി കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ശരീരം എന്ന് പറയുന്നത് പൗലോസ്ലിയുടെ ഭാഷയിൽ പറഞ്ഞ ഉടുപ്പാണ്. ഉടുപ്പ്, ഈ
സ്വർഗീയമായ ഉടുപ്പിനെ മീതെ ധരിക്കുവാൻ വാഞ്ചിക്കുന്നത്. ഇങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ ഇതിനകത്ത് നടക്കുമ്പോഴും നമ്മൾ ഇതിന്റെ കീഴിൽ നിൽക്കുന്ന ഒരാളല്ല. അപ്പൊ നമുക്ക് പലതും നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, പലതും നമ്മളെ തടഞ്ഞു നിർത്തുന്നുണ്ട്, പലതും നമ്മളെ ബന്ധിച്ചു നിർത്തുന്നുണ്ട്, പലതും നമ്മളെ. അപ്പൊ നമ്മളോട് പ്രാർത്ഥന, നിന്റെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ ആ രാജ്യം നിത്യമായി വരുന്നതിന് മുമ്പ് തന്നെ ആ രാജ്യത്തിന്റെ നിഴലാട്ടങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ വെളിപ്പെടും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? നമ്മൾ പ്രാർത്ഥിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അർദ്ധരാത്രി ആയപ്പോൾ പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങി. അപ്പോസ്തലപ്രവൃത്തി 16 വായിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി മറിഞ്ഞു, അവരുടെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു. അപ്പൊ ഈ കാരാഗ്രഹം എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിന്റെ വകയാണ്. ഈ ചങ്ങലകൾ ആരുടെ വകയാണ്? ഭരണകൂടത്തിന്റെ വകയാണ്, ആ സംവിധാനത്തിന്റെ വകയാണ്. പക്ഷെ ആ ഫിലിപ്പിയ കാരാഗ്രഹത്തിലേക്ക് ദൈവത്തിന്റെ രാജ്യം ഇറങ്ങുകയാണ്. ദൈവത്തിന്റെ രാജ്യം ഇറങ്ങുമ്പോൾ അവിടുത്തെ രാജ്യത്തിന്റെ ചങ്ങലകൾ അഴിയും, അവിടുത്തെ രാജ്യത്തിന്റെ അടിസ്ഥാനങ്ങൾ മറിയും. അപ്പൊ നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന ഏതിനെതിരായിട്ടാ? വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അന്ധകാരത്തിന്റെ ലോകാധിപതികൾക്കും സ്വർലോകത്തിന്റെ ദുഷ്ടാത്മ സേനയ്ക്കും എതിരായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ യേശു ഒരൊറ്റ വാചകത്തിൽ അത് പറഞ്ഞെങ്കിൽ നമുക്ക് കൂടുതൽ ഇന്റർപ്രിട്ടേഷൻ, കൂടുതൽ വ്യാഖ്യാനം, കൂടുതൽ വിശദീകരണം പരിശുദ്ധാത്മ തരികയാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അന്ധകാരത്തിന്റെ ലോകാധിപതികൾക്കെതിരെ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയ്ക്കെതിരെ, വാഴ്ചകൾക്കെതിരെ, അധികാരങ്ങൾക്കെതിരെ. പൗലോസിനെ വിശദീകരിക്കുന്നത് വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, ഇപ്പോഴുള്ളതാകട്ടെ, വരുവാനുള്ളതാകട്ടെ, സ്വർഗത്തിലുള്ളതാകട്ടെ, ഭൂമിയിലുള്ളതാകട്ടെ. അപ്പൊ അതിനെ എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. അപ്പൊ നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതാണ് നല്ല. നമ്മൾ ചെറിയ കാര്യമല്ല. നമ്മൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് ബലഹീനന്റെ ടൂളല്ല, ഏറ്റവും ബലവാന്റെ ടൂളാണ്. ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ പ്രാർത്ഥന, നിന്റെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ അത് സിമ്പിളായിട്ട് പറയരുത്. നിന്റെ രാജ്യം, ആ രാജ്യം ഇറങ്ങുന്ന സമയത്ത് ഇവിടുത്തെ രാജ്യങ്ങളും ഇവിടുത്തെ വ്യവസ്ഥിതികളും ഇവിടുത്തെ അധികാരങ്ങളും ഇവിടുത്തെ സംവിധാനങ്ങളും എല്ലാം എന്ത് ചെയ്യും? തകിടം മറിയും. ഈ മൊബൈൽ ജാമർ ഒക്കെ ഇന്ന് പ്രചാരത്തിലുണ്ട്. ഇന്ന് നമുക്കറിയാം മൊബൈൽ ജാമർ. ഇപ്പൊ നമുക്ക് വേണമെങ്കിലും ഒരു മൊബൈൽ ജാമർ മേടിച്ച് നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന് ചുറ്റും ആർക്കും മൊബൈൽ ഫോൺ വിളിക്കാൻ പറ്റും. ജാമറൊക്കെ മേടിക്കാൻ കിട്ടും ഇന്ന്. പക്ഷെ ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇത് വളരെ ഈ കാര്യത്തെ കുറിച്ച് ആളുകൾക്ക് അറിവില്ലായിരുന്നു. ആ സമയത്താണ് അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഇന്ത്യയിൽ വരുന്നത്. അപ്പൊ ക്ലിന്റൺ ഡൽഹിയിൽ വന്ന് ഇറങ്ങിയപ്പോഴേ അമേരിക്കൻ സുരക്ഷാ സൈന്യം കൂടെയുണ്ട്. ക്ലിന്റൺ വരുന്നതിന് 1 മണിക്കൂർ മുമ്പ് അവര് ഡൽഹി സിറ്റിയിൽ എന്ത് ചെയ്തു? മൊബൈൽ ജാമർ ഓൺ ചെയ്തു. ഡൽഹിയിൽ ആർക്കും ഫോൺ വിളിക്കാൻ പറ്റില്ല. അപ്പൊ ആർക്കും ഇന്ത്യക്കാർക്കൊന്നും മനസ്സിലായില്ല എന്നാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ക്ലിന്റൺ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് ഇവരിത് തിരിച്ചു ഓൺ ചെയ്തു. പിന്നെ ആ ഫോൺ എല്ലാം ജാം ചെയ്ത് കളഞ്ഞു. ഇവരാദ്യം ചെന്നിട്ട് ഇതങ്ങ് ഓൺ ചെയ്തു. ആർക്കും പിടി കിട്ടിയില്ല. പിറ്റേ ദിവസം പത്രത്തിൽ വന്നു, അമേരിക്കക്കാരെല്ലാം മൊബൈൽ നിർത്തി. അപ്പൊ ഞാൻ പറഞ്ഞത് അതൊരു ചെറിയ കാര്യമാണ്. അപ്പൊ അങ്ങനെ എന്നതുപോലെ ഈ ലോകത്തിന്റെ സംവിധാനങ്ങളെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പ്രാർത്ഥനയുടെ ടൂൾ അതാണ് യേശു പറഞ്ഞിരിക്കുന്നത്. നിന്റെ രാജ്യം വരണം, നിന്റെ രാജ്യം വരണം. അപ്പൊ ദൈവത്തിന്റെ രാജ്യം അവിടെ വന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഹിതമാണ് പിന്നെ അവിടെ നടക്കുന്നത്. അടുത്ത വാക്യം വായിച്ചു. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. നിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടമാണ് പിന്നെ അവിടെ നടക്കാൻ പോകുന്നത്. പല ആളുകളുടെയും ജീവിതത്തിൽ, പല കുടുംബത്തിൽ, പല സഭകളിൽ, പല ദേശത്ത് ഒക്കെ സാത്താന്റെ ഇഷ്ടമാണ് നടക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നത് സാത്താന്റെ ഇഷ്ടമാണോ ദൈവത്തിന്റെ ഇഷ്ടമാണോ? ഉത്തരം പറയല്ലേ. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം എന്ത് ചെയ്യണം? ഇവിടെ നടക്കണം. പക്ഷെ നമ്മുടെ ഒത്തിരി ആളുകളും പാസീവായിട്ട് നമുക്ക് എന്ത് സംഭവിക്കുന്നു, വരുന്നതെല്ലാം വരട്ടെ എന്നുള്ള രീതി, നമുക്ക് എന്ത് സംഭവിക്കുന്നു അത് ദൈവത്തിന് ഇഷ്ടമാണെന്ന് എന്ത് ചെയ്യും? അങ്ങനെ പറയാം. അത് കേരളത്തിൽ മലയാളികളുടെ ഇടയിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ചിന്തയാണ്. നമുക്ക് എന്നാ സംഭവിച്ചാലും ഇതായാലും നമ്മൾ പലയും വീണാല് നടുവൊടിഞ്ഞ് കിടക്കോ, ദൈവത്തിന്റെ വായിപ്പോയി. ദൈവത്തിന്റെ നടുവൊട്ടി ഓടിക്കുന്നേ നമ്മളങ്ങ് പറയും ഇതെല്ലാം ദൈവം, അതും ദൈവമായിപ്പോയി.
ഇതും ദൈവഹിതമായി. അപ്പം ദൈവഹിതം എന്ത് ചെയ്യണം? തിരിച്ചറിയണം. അപ്പൊ പ്രാർത്ഥനയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുക. കൊലാസ്യലേഖനം 1:10 വായിച്ചു. കൊലാസ്യലേഖനം 1:10. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായിച്ച് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും. അത് വളരെ നീളമുള്ള ഒരു പ്രാർത്ഥനയാണ്. പൗലോസ് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പൊ ആ പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്ക് പൗലോസ് പറയുന്ന ഒരു കാര്യം, അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. അപ്പൊ നമ്മള് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്, ദൈവത്തിന്റെ ഇഷ്ടത്തെ കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് ഉണ്ടാകണം. നമ്മള് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? ദൈവത്തിന്റെ ഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയണം. ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൂളാണ് ബൈബിള്. പ്രൈസ് ഗോഡ്. ഞാൻ പറയുന്നത് കിട്ടുന്നുണ്ടോ? ബൈബിൾ വായിക്കാൻ നമുക്ക് ഒത്തിരി, കാരണം എഴുതപ്പെട്ട തിരുവെഴുത്താണ്. ഇതിനകത്തു നമുക്ക് ഒരുപാട് ദൈവത്തിന്റെ ഹിതം എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ഒരിക്കലും ഇതിനകത്ത് ദൈവം വെളിപ്പെടുത്തിയ ദൈവഹിതത്തിന് വിരുദ്ധമായ ഒരു ദൈവഹിതം ദൈവം എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. പിന്നെ ഫർദർ ദൈവഹിതം പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടും. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ പിന്നെ പഠിക്കും. നമ്മൾ ആദ്യം പറയുന്ന ബൈബിളിൽ നമ്മൾ പറഞ്ഞിരിക്കുകയാണ്, ആ കാര്യത്തിന് വിപരീതമായിട്ട് എന്ത് ചെയ്തില്ല, ഒരു ദൈവഹിതം വരുന്നില്ല. പക്ഷെ നമുക്ക് തോന്നലുകൾ ഉണ്ടാകും. നിങ്ങളിവിടെ കേൾക്കുന്നുണ്ടോ പറയുന്നത്? തോന്നലുകൾ. ചില ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്കൊരു രക്ഷിക്കപ്പെട്ടത് പോലും അല്ലെന്ന് തോന്നും. ശരിയാണോ? അപ്പൊ നമ്മുടെ തോന്നലുകൾ ആയിരിക്കരുത് നമ്മളെ എന്ത് ചെയ്യുന്നത്, നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. നമ്മളെ നയിക്കുന്നത് തിരുവെഴുത്തായിരിക്കണം. I am a child of God. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. എന്തുകൊണ്ടാണ്? ദൈവവചനം അങ്ങനെ പറയുന്നു, ഞാൻ ദൈവത്തിന്റെ മകനാണ്. നിനക്കങ്ങനെ തോന്നുന്നു, നിനക്കങ്ങനെ തോന്നുന്നു, നല്ല വിഷയം. അപ്പൊ നിനക്കൊരു രോഗം വന്നു, അപ്പൊ നിനക്ക് തോന്നുകയാണ് നീ വലിയ അവസ്ഥയില്ല, മരിക്കും. മാർച്ച് മാസത്തിൽ തന്നെ മരിക്കുമെന്ന് നിനക്ക് തോന്നുക. ആ തോന്നൽ സാത്താൻ കൊണ്ടുവരുന്ന. നീ തിരുവെഴുത്തിലൂടെ പോകണം. അപ്പൊ അവിടെ പ്രാർത്ഥിക്കണമെങ്കിൽ ആദ്യം ദൈവഹിതം അറിഞ്ഞു പ്രാർത്ഥിച്ചെങ്കിലേ പ്രാർത്ഥന ഫലവത്താകുള്ളൂ. ദൈവഹിതം അറിയാതെ പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യുന്നില്ല, പ്രാർത്ഥന ഫലവത്താകുന്നില്ല. അപ്പൊ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ഹിതം അറിഞ്ഞിട്ട് ആ കോൺഫിഡൻസിൽ നിന്നുകൊണ്ട്, ആ ഉറപ്പിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കുവാൻ. ദീർഘായുസ് കൊണ്ട് അവൻ എനിക്ക് തൃപ്തി വരുത്തും. പക്ഷെ നമ്മുടെ തോന്നലുകള് അതൊന്നും എന്ത് ചെയ്യുന്നില്ല, സമ്മതിക്കുന്നില്ല. അപ്പൊ നമ്മുടെ തോന്നലുകള് തിരുവെഴുത്തിനെതിരാണ്. നിങ്ങൾ ഏത് കൂടെ നിൽക്കും? തോന്നലിന്റെ കൂടെ നിൽക്കാനാണ് എന്ത് ചെയ്യണ്ട, പ്രാർത്ഥിക്കണ്ട. നിങ്ങൾക്ക് തോന്നുന്നൊക്കെ സംഭവിച്ചു. നിങ്ങൾക്ക് തോന്നുന്നത് എല്ലാം നെഗറ്റീവ് കാര്യങ്ങളാണ് എന്ത് ചെയ്തോണ്ടിരിക്കുന്നത്, തോന്നിക്കൊണ്ടിരിക്കുന്നത്. അതാ മനസ്സിൽ വരുന്നു, തോന്നുന്നു, ഫീൽ ചെയ്യുന്നു. അത് ഇന്ദ്രിയ ജ്ഞാനമാണ്. എന്ത് ജ്ഞാനം? ഇന്ദ്രിയ ജ്ഞാനം. ഇന്ദ്രിയങ്ങളുണ്ട്. ഏതാ? ദർശനം, സ്പർശനം, ശ്രവണം. അപ്പോ നമ്മൾ ഇന്ദ്രിയ ജ്ഞാനത്തിന് എതിരായി അതീന്ദ്രിയ ജ്ഞാനത്തിന് എന്ത് ചെയ്യണം, ഉറക്കണം. എന്റെ ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ പറയുന്നെങ്കിലും തിരുവെഴുത്തന്നോട് ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഞാൻ അതാണ് വിശ്വസിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ആ വചനത്തിൽ നിന്നുകൊണ്ട് അത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നമുക്ക് വരുന്നതെല്ലാം വരട്ടെ, അതിന് ഡാമേ പറയാനാ പ്രാർത്ഥന. അതാണ് ലോകത്തിലുള്ള ഭൂരിപക്ഷം ആളുകളുടെയും പ്രാർത്ഥന. അവരെന്തിന് അടിമകളാണ്? അവർ വിധിക്ക് അടിമകളാണ്. ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ നിന്ന് വന്നുകൊണ്ട് ഇന്ത്യൻ കോൺസെപ്റ്റ് നമ്മൾ എന്താ, വിധി എന്ന് പറയും അല്ലെ? തലയെഴുത്ത്, തലവര, വിധി എന്നെല്ലാം പറയും. അപ്പൊ നമ്മുടെ തലയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, അതൊക്കെ തന്നെ എന്ത് ചെയ്തുള്ളൂ, സംഭവിക്കത്തുള്ളൂ. അപ്പൊ 63 വയസ്സിൽ മരിക്കും. അപ്പൊ ഇവന് 63 വയസ്സ് മരിക്കുന്ന ഇവന് 30 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് പ്രിപ്പയർ ആകുകയാണ്. എന്തിനാ? 63 വയസ്സ് മരിക്കും ഉറപ്പല്ലേ?
അപ്പൊ അങ്ങനെയുള്ള വിധികള്, അങ്ങനെയുള്ള തലേവരകള്, തലയിലെഴുത്തുകള്, അതിനെയെല്ലാം മാറ്റുവാനാണ് ക്രിസ്തീയ പ്രാർത്ഥനയുടെ ലക്ഷ്യം. Praise God. Praise God. ക്രിസ്തീയ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ മാറ്റാൻ, അല്ലാതെ അതിനൊരു ആശംസ അർപ്പിക്കാനല്ല. ഇപ്പൊ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ആളുകളെല്ലാം കൊണ്ട് എന്ത് ചെയ്യണം? റീത്ത് വെക്കുകയാണ്, അല്ലേ? അപ്പൊ അങ്ങനത്തെ പ്രാർത്ഥനയാണ് നമ്മൾ ചെയ്യുന്നത്. സംഗതി എല്ലാം പോയി നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടും പ്രത്യേകിച്ച് ഒരു ചേഞ്ച് ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് നമുക്കും അറിയാം, നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും അറിയാം, ആമേൻ പറയുന്നവർക്കും അറിയാം. എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണമല്ലോ എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. ആമേൻ പറയണമല്ലോ എന്ന് ചെല്ലൊരു ആമേൻ പറയുന്നു, നമ്മൾ പിരിയുന്നു. നമുക്കറിയാതൊന്നും സംഭവിക്കാൻ പോകുന്നു. അപ്പൊ നമ്മൾ റീത്ത് വെക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥന നമ്മൾ എന്ത് ചെയ്യണം? അവസാനിപ്പിക്കണം. യേശു 3 ശതമാനത്തിന് പോയി ഒരിടത്തും റീത്ത് വെച്ചില്ല. നമ്മൾ ഈ കൊണ്ട് റീത്ത് വെക്കുക എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്കറിയാം ആൾ തട്ടിപ്പോവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവേ, നമുക്ക് അറിയാമല്ലോ, നിനക്കും അറിയാമല്ലോ, നീ നിൽക്കുന്നവർക്ക് അറിയാം, നമുക്കെല്ലാം അറിയാം. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് യാതൊരു പ്രയോജനവും ഇല്ല. നമ്മൾ പ്രാർത്ഥിച്ചില്ലേലും അയാൾ മരിച്ചോളും, നമ്മൾ പ്രാർത്ഥിച്ചാലും അയാൾ മരിച്ചോളും. ഞാനൊരു മരണത്തിന്റെ പറഞ്ഞില്ല, നമ്മുടെ ജീവിതത്തിൽ തന്നെ എത്രയോ കാര്യങ്ങൾ മരിച്ചതുപോലെ പോയിക്കുന്നു നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ. അപ്പൊ നമുക്കിതിനെല്ലാം മാറ്റാനുള്ള ഒരു ഉപകരണമാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ലക്ഷ്യം അതാണ്. അല്ലാതെ നമ്മൾ ചുമ്മാ പ്രാർത്ഥിക്കുന്നുണ്ട് കാര്യമില്ല. പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ വേണം പ്രാർത്ഥിക്കുവാൻ. ഏതാണ്? അവന്റെ ഇഷ്ടം അറിയണം. അവന്റെ ഇഷ്ടം അറിഞ്ഞാൽ അപ്പൊ അതിനായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കേണ്ടത്. ബൈബിൾ പഠിക്കുന്നത് അവന്റെ ഇഷ്ടം അറിയാനായിരിക്കണം. അല്ല നമുക്ക് ജ്ഞാനം വർദ്ധിപ്പിക്കാനല്ല. ദൈവഹിതം നമ്മൾ അറിയുകയാണ്. തിരുവഴുത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഇപ്പം നമുക്ക് തോന്നും ചില കാര്യങ്ങൾ. ഇപ്പൊ സാത്താൻ വന്നിട്ട് യേശുവിനെ പരീക്ഷിക്കാണ്. സാത്താൻ വന്ന് യേശുവിനെ പരീക്ഷിക്കുമ്പോൾ 3 പരീക്ഷണത്തിലും യേശു സ്ക്രിപ്ചറാണ് ഉദ്ധരിക്കുന്നത്. അല്ലേ? യേശു ദൈവപുത്രനല്ലേ? യേശുവിന് പോയി ബൈബിളിൽ ഉദ്ധരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്നിപ്പോ ഒത്തിരി ആളുകൾ ബൈബിളിന് പ്രാധാന്യമില്ല, പ്രയോജനമില്ലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ യേശുവാണ് നമ്മുടെ മാതൃക. യേശു സാത്താൻ വന്ന് പരീക്ഷിച്ചപ്പോ സാത്താൻ യേശുവിനെ അറിയാം, യേശുവിന് സാത്താനെ അറിയാം, എത്രയോ നാൾ മുമ്പേ അറിയാവുന്ന. അത് നീ പോടാന്നൊക്കെ പറഞ്ഞ അങ്ങനെ മാതൃക അതാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് റിട്ടൺ. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നമുക്ക് പറയാൻ കഴിയണം, ഇറ്റ് ഈസ് റിട്ടൺ about me. എന്നെ കുറിച്ച് ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ്, ഒരു ദൈവവൈതൽ എന്ന നിലയ്ക്ക് എന്നെ കുറിച്ച് ഈ വാഗ്ദാനം എഴുതപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ അതിനായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് വായിച്ച് പഠിക്കുന്നത്. ഇത് പഠിക്കുന്നതിന് വേറെ ഒരു ഉദ്ദേശമില്ല. പക്ഷെ മറ്റു പല ഉദ്ദേശത്തിലും ഇത് പഠിക്കുന്ന ആളുകൊണ്ട് അതിന് പ്രയോജനമില്ല. ഞാൻ പറയുന്നത് കൂടി കിട്ടുന്നു. നമ്മൾ ബൈബിൾ പഠിച്ചാൽ ആ ബൈബിൾ കൊണ്ട് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തുണ്ടാണ്? പ്രയോജനമുണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ അതൊരു ശക്തിയായിട്ട് വ്യാപരിക്കണം. അല്ലാതെ നമ്മൾ വാക്യം പഠിച്ചു, അത് പറഞ്ഞു ഒരു പ്രസംഗം പറഞ്ഞു, അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇപ്പൊ യേശുവിന്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു പിശാച് വന്നു, ഈ നീ വളരെ വിശക്കുന്നുണ്ട്, 10-40 ദിവസം നീ കഴിക്കാതിരിക്കല്ലേ, നിനക്ക് ആകെ പാഴ്ചയാണ്, നീ ഒന്ന് തിരിച്ചാൽ ഈ കല്ലൊക്കെ കൂടെ ഉണ്ടാക്കാൻ പറ്റും, അപ്പാക്കാൻ പറ്റും, നമുക്ക് തിന്നാമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ പ്രലോഭനമാണ്. ദൈവഹിതം ആർക്കറിയാം? യേശുവിനറിയാം. എങ്കിലും യേശു എന്ത് ചെയ്യാണ്? സ്ക്രിപ്ചർ എടുത്തോണ്ട് വരികയാണ്. ഇറ്റ് ഈസ് റിട്ടൺ, ഇത് എഴുതപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു, എഴുതപ്പെട്ടിരിക്കുന്നു. സാത്താൻ ഒന്ന് ഒതുങ്ങി. സാത്താൻ പിന്നെ വരികയാണ്. പിന്നെ വന്നിട്ട് പറയാണ്, നീ ഈ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടണം. അന്നേരം ദൂതന്മാർ നിന്നെ 91 സങ്കീർത്തനത്തിൽ നിന്ന് മറ്റും ആര് ഉദ്ധരിക്കുക? അപ്പൊ നമുക്കുണ്ടാകുന്ന തോന്നലുകൾ, നെഗറ്റീവ് തോന്നലുകൾക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള വാക്യങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും? പിശാച് ഉദ്ധരിക്കും. അപ്പൊ നിങ്ങൾ വീണു പോകരുത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു നാശം സംഭവിക്കുന്നു, അല്ലെ നിങ്ങൾക്കൊരു തിന്മ സംഭവിക്കുന്നു, നിങ്ങളെ തകർത്തു കളയുന്നു, ഈ രീതിയിലുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് വരുന്നു, ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നു, അതിന് അനുകൂലമായിട്ട് അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നതെന്ന് പറ്റുന്ന രീതി ചില വാക്യങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും വ്യക്തിയിലൂടെ ഉദ്ധരിക്കപ്പെട്ടേക്കാം.
ഒരു വചനത്തിന്റെ സപ്പോർട്ടോടു കൂടി ആയിരിക്കാം ചിലപ്പോൾ ഈ സാത്താന്റെ ദൂത് നിന്റെ മേൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇൻ ആൻഡ് ഔട്ട് നല്ല തറവായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബൈബിൾ പഠിക്കണം. അതിനാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ യേശുവിന്റെ അടുത്ത് വന്നിട്ട് വിശാലം മനസ്സിലായി സ്ക്രിപ്റ്ററിന്റെ ആളാണ്. ഒരു വാക്യം പറയുന്നു. ആഹാ, അപ്പൊ ശരി, ഒരു വാക്യം ഞാൻ പറയാം. 91 സംഘത്തിൽ നിന്നെ താങ്ങുവാൻ അവൻ നിന്റെ ദൂതന്മാരോ കൽപ്പിച്ചിട്ടുണ്ട്, അവർ നിന്റെ കൈകൾ നിന്നെ താങ്ങിക്കൊള്ളൂ, നീ ചാടിക്കോ? യേശു ചാടിയോ? അപ്പൊ അതാ പറഞ്ഞത്. അപ്പൊ പക്ഷെ നമ്മൾ പല ആളുകൾ എപ്പോ ചാടിയെന്ന് ചോദിച്ചാൽ എന്നാ എപ്പോ ചാടി? അപ്പൊ ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു, കേരളത്തില് ഒരു സഹോദരൻ, അവര് മുസ്ലിങ്ങളുമായിട്ട് സംവാദം നടത്തും, ഒരു പാസ്റ്ററാണ്. അപ്പൊ മുസ്ലിങ്ങൾ അവരുടെ ഒരു പള്ളിയിലേക്ക് ഇവരെ ഇൻവൈറ്റ് ചെയ്തു. അവർക്കൊരു പ്രത്യേക മന്ത്രമുണ്ട്. ആ മന്ത്രം ചൊല്ലി അവർ ശപിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ അല്ലാത്തവർ മരിച്ചു പോകും. മരണത്തിന്റെ ഒരു സ്പെല്ലാണ്, ശാപമാണ്. അപ്പം ഈ ഇവരോട് ഡിസ്കസ് ചെയ്ത ആൾ ചോദിച്ചു, ഞങ്ങളുടെ പള്ളിയിൽ വരാൻ നിങ്ങൾക്ക് ചുണയുണ്ടോ? വന്നിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആ ശാപം നിങ്ങളുടെ മേൽ അയക്കാം. നിങ്ങൾ മരിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ചലഞ്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇവരതെന്ത് ചെയ്തു? ഏറ്റെടുത്തിട്ട് ഇന്ന് ഫേസ്ബുക്കിൽ അവർ എഴുതി, വി ആക്സെപ്റ്റഡ് ദാറ്റ് ചാലഞ്ച്. അപ്പൊ ഞാൻ അതിന്റെ കീഴിൽ എല്ലാവരും ആമേൻ, ഗോ എഹെഡ് മാൻ ഓഫ് ഗോഡ്, ഗോ എഹെഡ് മാൻ, എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ഞാൻ അതിന്റെ കീഴിൽ എഴുതി, പരിശുദ്ധാത്മാവ് നിന്നോട് പറഞ്ഞോ പോകാൻ? ഈ മുസ്ലിങ്ങൾ ശപിക്കുന്ന ശാപം നൽകുന്ന സ്ഥലത്ത് പോയി ആ ശാപത്തെ മേടിച്ച് അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്ത്, അതിനെ ഒപ്പോസ് ചെയ്ത്, അതിനെ ഓവർകം ചെയ്ത് യേശുവിനെ പ്രൂവ് ചെയ്യാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞോ? ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് പറഞ്ഞോ? ചുമ്മാ ഒരു ആവേശത്തിന് നീ പോകരുത്. നിനക്ക് തോന്നും പോയേക്കാം, യേശു സർവശക്തനല്ലേ, യേശു ദൈവപുത്രനല്ലേ എന്ന് പറഞ്ഞ് നീ പോയാൽ നീ തൊഴികൊള്ളും. കാരണം അത് പരീക്ഷണമാണ്, ചലഞ്ചാണ്. അപ്പൊ യേശുവാണ് നമുക്ക് മാതൃക. നീ ദൈവപുത്രനെങ്കിൽ നീ ഈ ദൈവാലയത്തിൽ നീ താഴോട്ട് ചാടാ, ദൈവത്തിന്റെ ദൂതന്മാരെ കൊണ്ട് താങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് യേശു ആ ചലഞ്ച് ഏറ്റെടുത്തോ? യേശു ചലഞ്ച് ഏറ്റെടുത്തില്ല, ഇവര് ചലഞ്ച് ഏറ്റെടുത്തു. അപ്പൊ യേശു പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. പറയുന്നത് എന്താണെന്ന് സൂക്ഷിക്കണം. അതാണ് നിന്റെ അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടത്തെ കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് ആവശ്യമാണ്. എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം? ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? അത് നമ്മൾ ആ പരിജ്ഞാനം നമ്മൾ നിറയണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥിക്കണം, കർത്താവ് നിന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം എന്നിൽ നിറയ്ക്കണമേ. ചിലപ്പോൾ ദൈവത്തിന് ഇഷ്ടമാണ്. ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ അറിയണം. അത് അറിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ? പ്രാർത്ഥിക്കാൻ. ചുമ്മാ പ്രാർത്ഥിക്കരുത്. ഒരു യൂസ്ഡ് കാറ് മേടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുക, അത് പ്രാർത്ഥിക്കുക. അത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നീ ഒരു യൂസ്ഡ് കാറ് മേടിക്കാനാണോ ദൈവത്തിന് ഇഷ്ടം, നീ ഒരു പുതിയ കാറ് മേടിക്കാനാണോ ഇഷ്ടം, ആദ്യം എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. നീ ചുമ്മാ ഇരുന്ന് ആദ്യം യൂസ്ഡ് കാർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യരുത്? പ്രാർത്ഥിക്കരുത്. ഞാനിവിടെ കുറച്ച് സ്ഥലം വിൽക്കാൻ കിടപ്പുണ്ട്. ഒരു 20 ഏക്കർ സ്ഥലമുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു 4 ഏക്കർ സ്ഥലം മേടിക്കണമെന്ന് എനിക്കത് തോന്നി. എനിക്ക് തോന്നി. അപ്പൊ ഞാൻ പോയി പ്രാർത്ഥിക്കും, കർത്താവ് 4 ഏക്കർ സ്ഥലം എനിക്ക് തരണേ. അപ്പൊ കർത്താവിനോട് പറയണം, 4 ഏക്കർ നീ 20 ഏക്കർ മേടിക്കും. അങ്ങനെയല്ലേ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ ഞാനൊരു ഉദാഹരണം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ 1 ഏക്കർ മേടിക്കണമെന്നായിരിക്കും ദൈവത്തിന്. അപ്പോൾ അത് നമ്മൾ ഏറ്റെടുക്കണം. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മുടെ തോന്നലുകൾക്ക് അടിസ്ഥാനപ്പെടുത്തി എന്ത് ചെയ്യരുത്? പ്രാർത്ഥിക്കരുത്. തോന്നലുകളിൽ വെച്ചല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിന്റെ ഹിതത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിന്റെ ഹിതം അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ. റോമാലേഖനം 12:1 പറയുന്നതാണ്, സഹോദരന്മാരെ ദൈവത്തിന്റെ മനസ്സനുഭവിപ്പിച്ച് ഞാൻ നിങ്ങളെ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ആ ദൈവത്തിന് യാഗമായി സമർപ്പിക്കുകയും. എന്നിട്ട് പറയുന്നത് ഈ ലോകത്തിന് അടുത്തല്ല നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം. ദൈവഹിതം. അപ്പൊ ദൈവഹിതത്തിനകത്ത് തന്നെ ഉണ്ട് എല്ലാം ചേർന്ന് പറഞ്ഞാട്ടെ. അതുപോലെ അതെയാ, നന്മയുണ്ടെന്നുള്ള 10 പ്രാവശ്യം പറയണം. പ്രൈസ് ഗോഡ്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു നന്മയുണ്ടെന്ന്. അപ്പൊ ഇത്ര നാൾ ചിന്തിച്ചുകൊണ്ടിരുന്നല്ലേ ദൈവഹിതത്തിനകത്ത് എന്തോണ്ടെന്ന് നോക്കി.
അപ്പൊ ദൈവഹിതത്തെ കുറിച്ച് പ്രസംഗിക്കാൻ പോകുമ്പോൾ തന്നെ നമ്മൾ മലയാളികൾക്ക് പേടിയാ. കാരണം ദൈവഹിതം എന്ന് പറഞ്ഞാൽ വാളെ, ഇടി, കുത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ തലക്കകത്ത് കിടക്കുന്നത്. പക്ഷെ ദൈവഹിതം പൗരസ്യമാണ്. ദൈവഹിതത്തിനകത്ത് എന്താ ഉള്ളത്? നന്മ. ദൈവഹിതത്തിനകത്ത് നന്മ. പിന്നെ എന്നാ ഉണ്ട്? പ്രസാദം. പിന്നെ എന്നാ ഉണ്ട്? പൂർണ്ണത. എന്തൊരു അനുഗ്രഹം. അപ്പൊ ആ ദൈവഹിതം നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം നമ്മൾ തിരിച്ചറിയണം. അതാണ് അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം. നമ്മുടെ പ്രാർത്ഥന അങ്ങനെ അത് അറിഞ്ഞിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അതുകൊണ്ടാണ് ഐ ഹാവ് എ പ്ലാൻ ഫോർ യു. ജെറമിയ 29:11. യിരെമ്യാ പ്രവചനം 29:11 പറയുന്നു, ഐ ന്യൂ ദ പ്ലാൻസ് ദാറ്റ് ഐ ഹാവ് ഫോർ യു. എനിക്ക് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. എനിക്ക് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിനക്ക് ഐശ്വര്യവും ശുഭകരമായ ഒരു ഭാവിയും നൽകുവാൻ ഞാൻ നിന്നെ കുറിച്ച് എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു സ്വപ്നമുണ്ട്. ആരാ പറയുന്നത്? ദൈവം പറയുന്നു, എന്റെ ഹൃദയത്തിൽ നിന്നെ കുറിച്ച് ഒരു സ്വപ്നമുണ്ട്. നിനക്ക് അനുഗ്രഹമായ ഒരു ഭാവിയെ തരുവാൻ, ശുഭകരമായ ഒരു ഭാവിയെ തരുവാൻ, നിനക്ക് നന്മ തരുവാൻ, നിന്നെ ഉയർത്തുവാൻ, നിന്നെ സൗഖ്യമാക്കുവാൻ, നിന്നെ വിടുവിക്കുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ, ഐശ്വര്യമായി അനുഗ്രഹിക്കുവാൻ എനിക്ക് ഒരു പ്രോജക്റ്റ് ഉണ്ട്.